രാജ്യത്തെ വിവിധ ബാങ്കുകളിലായി അവകാശങ്ങളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 67,004 കോടി രൂപ. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലുമായിട്ടുള്ള ഈ വലിയ തുക 10 വർഷത്തിലേറെയായി നിർജീവമായ സേവിങ്സ് കറന്റ് അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങളും കാലാവധി പൂർത്തിയായിട്ടും അവകാശികളെത്താത്ത സ്ഥിര നിക്ഷേപങ്ങളും ഉൾപ്പെടുന്നതാണ്. ഈ അവകാശികളില്ലാത്ത തുകയുടെ ഭൂരിഭാഗവും പൊതുമേഖലാ ബാങ്കുകളിലാണ്. മൊത്തം 58,331 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നത്. സ്വകാര്യ ബാങ്കുകളിൽ 8,673 കോടി രൂപ ഇത്തരത്തിൽ അവകാശികളെ കാത്തുകിടക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ശ്രദ്ധേയമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. ബാങ്കുകൾ തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അവകാശികളില്ലാത്ത തുകയുള്ളത്. 19,330 കോടി രൂപ വരും ഇത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 6,911 കോടി, കാനറ ബാങ്കിൽ 6,278 കോടി രൂപയും കെട്ടിക്കിടക്കുന്നു. സ്വകാര്യ ബാങ്കുകളിൽ ICICI ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ, 2,063 കോടി രൂപ, HDFCയിൽ 1,610 കോടി, ആക്സിസ് ബാങ്കിൽ 1,360 കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ. അവകാശികളില്ലാത്ത ഈ പണം യഥാർത്ഥ ഉടമകളിലേക്ക് തിരികെ എത്തിക്കുന്നതിനായി റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ വിപുലമായ പ്രചാരണ പരിപാടികളും സർക്കാർ നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 3 വർഷത്തിനിടെ പൊതുമേഖലാ ബാങ്കുകൾ 9,456 കോടി രൂപയും സ്വകാര്യ ബാങ്കുകൾ 841 കോടി രൂപയും ഉടമസ്ഥർക്ക് തിരികെ നൽകി. ഇത്തരം നിക്ഷേപങ്ങൾ കണ്ടെത്താനും അവകാശികളിലേക്ക് എത്തിക്കാനും സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്.